ಇನ್ನೇಕ ದುರ್ಗಾಷ್ಟಮಿ ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടുവേ. ഈ മാസ് ഡയലോഗ് മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. യുവതലമുറ പോലും ഈ ഡയലോഗിനെ റീൽസായും ഷോർട്സായും സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. അതെ, 1993 ഫാസിൽ എന്ന ഹിറ്റ് സംവിധായകൻ മലയാളിക്ക് സമ്മാനിച്ച മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ നാഗവല്ലിയുടെ സംഭാഷണമാണിത്. നാഗവല്ലി എന്നത് സാങ്കല്പിക കഥാപാത്രമാണെങ്കിലും ഗംഗ എന്ന പെൺകുട്ടിയിലൂടെ അവർ പുനർജനിക്കുന്നു. ശോഭനയാണ് ഈ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗംഗയിൽ നിന്നും നാഗവല്ലിയിലേക്കുള്ള പരകായ പ്രവേശനം ശോഭനയിൽ അതുവരെ മലയാളി കണ്ടിട്ടില്ലാത്ത അഭിനയത്തെയാണ് കാണിച്ചു തരുന്നത്. ഗംഗയായി ശോഭനയും ഭർത്താവ് നകുലനായി സുരേഷ് ഗോപിയും തെക്കിനിയിലെ യഥാർത്ഥ മനോരോഗിയെ ചികിത്സിക്കാനെത്തുന്ന ഡോക്ടർ സണ്ണിയായി മോഹൻലാലും നിറഞ്ഞാടുകയാണ് സിനിമയിൽ. 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് 30 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും പുനർജനിക്കുകയാണ്, അതും 4K പ്രൊജക്ഷനിൽ. ഹൊറർ മൂഡിലാണ് ആ ചിത്രം എടുത്തിരിക്കുന്നതെങ്കിലും ഫാമിലി ഹാസ്യ വിഭാഗങ്ങളിൽ കൂടി മണിച്ചിത്രത്താഴിനെ ഉൾപ്പെടുത്താം. ഇന്നസെന്റിന്റെ ഉണ്ണിത്താനും ഗണേശന്റെ ദാസപ്പനും പപ്പുവിന്റെ കാട്ടുപറമ്പനും ഒപ്പം KPSC ലളിതയുടെ ബാസുരയും ഒന്നിക്കുമ്പോഴാണ് ഹാസ്യ ചിത്രം എന്ന രീതിയിൽ ചിത്രം പൂർത്തിയാകുന്നത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. അത്രയ്ക്ക് അസാധ്യമായാണ് അവർ ഈ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത്. ശോഭനയുടെ അഭിനയ ജീവിതത്തിലെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് മണിച്ചിത്രത്താഴിലെ ഗംഗ അഥവാ നാഗവല്ലി എന്ന കഥാപാത്രം. ഹിന്ദിയിലും തമിഴിലും ഈ ചിത്രം ഇറങ്ങിയെങ്കിലും അതിൽ അഭിനയിച്ചവർക്കൊന്നും ശോഭനയുടെ പ്രകടനത്തിന് മുന്നിലെത്താൻ സാധിച്ചിരുന്നില്ല. ഫാസിൽ എന്ന സംവിധായകന്റെ കഴിവ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ വിജയത്തിനു പിന്നിൽ. കൊൽക്കത്തയിൽ നിന്നും മാടമ്പള്ളി തറവാട്ടിലേക്ക് എത്തുന്ന ഗംഗയും നകുലനും പിന്നീട് ആ തറവാട്ടിൽ നടക്കുന്ന ചില അസാധാരണ സംഭവങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. നെടുമുടി വേണു അവതരിപ്പിച്ച തമ്പി അമ്മാവന്റെ വാക്കിനെ അവഗണിച്ച് യുവദമ്പതികളായ നകുലനും ഗംഗയും തങ്ങളുടെ പഴയ തറവാട്ടിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ചില അമാനുഷിക സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. തറവാട്ടിലെ അല്ലി എന്ന യുവതിക്ക് നേരെയും നകുലന് നേരെയും അജ്ഞാതമായ വധശ്രമങ്ങൾ ഉണ്ടാകുന്നു. വിവാഹത്തിന് ശേഷം കടുത്ത നൈരാശ്യത്തിന് പിടിയിലായ നകുലന്റെ മുറപ്പെണ്ണിന്റെ വേഷം ചെയ്യുന്ന വിനയപ്രസാദ് അവതരിപ്പിച്ച ശ്രീദേവിയിലേക്കാണ് സംശയത്തിന്റെ മുന നീളുന്നത്. ദുരൂഹതകൾ നീക്കാൻ ഒടുവിൽ നകുലൻ ഒരു പോംവഴി കാണുന്നു. സുഹൃത്തും മനോരോഗ വിദഗ്ധനുമായ ഡോക്ടർ സണ്ണി ജോസഫിനെ തന്റെ തറവാട്ടിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു. സണ്ണിയായി വേഷമിടുന്നത് മോഹൻലാലാണ്. മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിച്ച ഗംഗ തന്നെയാണ് ഈ കൃത്യങ്ങൾക്കെല്ലാം പിന്നിലെന്ന് വൈകാതെ തിരിച്ചറിയുകയാണ് ഇവിടെ. ഗംഗയെ വേട്ടയാടുന്ന ചില പഴയകാല പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായത്. നകുലനും ഗംഗയും ഇപ്പോൾ താമസിക്കുന്ന തറവാട് ഒരു കാലത്ത് ശങ്കരൻ തമ്പി എന്ന ക്രൂരനായ കാരണവരുടേതായിരുന്നു. തഞ്ചാവൂരിൽ നിന്നും വന്ന ഭരതനാട്യ നർത്തകി നാഗവല്ലിയെ ഇയാൾ ഇവിടെ പാർപ്പിച്ചു. എന്നാൽ നാഗവല്ലിക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന രാമനാഥൻ എന്ന നർത്തകനുമായുള്ള ഇഷ്ടമറിയുന്ന കാരണവർ നാഗവല്ലിയെ വെട്ടിക്കൊല്ലുന്നു. പ്രതികാരദാഹിയായ ആത്മാവായി മാറുന്ന നാഗവല്ലിയെ ഒരു മന്ത്രവാദി തെക്കിനിയിൽ ബന്ധിച്ചു. പഴങ്കഥകളും യക്ഷിക്കഥകളും തന്റെ മുത്തശ്ശിയിൽ നിന്നും കേട്ടു വളർന്ന ഗംഗ നാഗവല്ലിയുടെ ഈ കഥ മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ നാഗവല്ലിയോട് തോന്നുന്ന സഹതാപം പിന്നെ ഒരുതരം തന്മയീഭാവമായി മാറുന്നു. ഗംഗ നാഗവല്ലിയുടെ കഥാപാത്രത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുമ്പോൾ തന്റെ ഭർത്താവ് നകുലൻ പഴയ ആ കാരണവരാവുകയാണ് ഗംഗയുടെ മനസ്സിൽ. അയൽക്കാരനായ മഹാദേവൻ രാമനാഥനായും മാറുന്നു. അക്രമ സംഭവങ്ങളുടെ ഉറവിടം കൃത്യമായി തിരിച്ചറിഞ്ഞ സണ്ണി ക്രൂരനായ തമ്പിയെ കൊല്ലാൻ അനുവദിച്ചാൽ ഗംഗയുടെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് നാഗവല്ലിയെ ബോധ്യപ്പെടുത്തുന്നു. അദ്ദേഹം നകുലനെ ആ പഴയ കാരണവരായി വേഷമിടിക്കുന്നു. നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്ത്രപൂർവ്വം നകുലന് പകരം കാരണവരുടെ ഒരു പാവയെ മാറ്റിവെച്ച് നാഗവല്ലിക്ക് അവളുടെ സങ്കല്പത്തിലുള്ള ശത്രുവിനെ വധിക്കാൻ അവസരം നൽകുന്നു. താൻ പ്രതികാരം ചെയ്തുവെന്ന് ഗംഗയിലുള്ള നാഗവല്ലിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഗംഗയെ തന്റെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് കഥയുടെ അന്ത്യം. ടെക്നോളജിക്കൽ മാറിമറിയുന്ന ഈ കാലത്ത് 30 വർഷത്തിന് ശേഷവും ഈ ചിത്രം വീണ്ടും എത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു നവ്യാനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക.